ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിൽ നൈരാശ്യം കാരണം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. എന്തായാലും ആത്മഹത്യ ചെയ്യാൻ പോവല്ലേ, അതിനു മുന്നേ ഒരു സന്യാസിയെ പോയി കണ്ട് പറയാമെന്ന് അദ്ദേഹം വിചാരിച്ചു. അങ്ങനെ സന്യാസിയെ കാണാൻ വേണ്ടി യാത്ര പുറപ്പെട്ട് സന്യാസിയുടെ അടുത്തെത്തി. സന്യാസിയോട് ചെറുപ്പക്കാരൻ പറഞ്ഞു, സന്യാസി, ജീവിതത്തിൽ ഞാൻ ഒന്നും സമ്പാദിച്ചില്ല, ഞാൻ എവിടെ എത്തിയില്ല, എന്നെ ആരും പരിഗണിക്കുന്നുമില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സന്യാസി ചെറുപ്പക്കാരനോട് പറഞ്ഞു, താങ്കളുടെ അമൂല്യമായ നിധികളിൽ നിന്ന് കുറച്ചെനിക്ക് തായോ. ഇത് കേട്ട ചെറുപ്പക്കാരൻ സന്യാസിയോട് പറഞ്ഞു, എനിക്കൊന്നും സമ്പാദിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. സന്യാസി എന്നെ കളിയാക്കാണല്ലേ. ഇത് കേട്ടപ്പോൾ സന്യാസി ചെറുപ്പക്കാരനോട് പറഞ്ഞു, ദൈവം നിനക്ക് സമ്മാനമായി നൽകിയ നിന്റെ തലച്ചോറ്, ഒരുപാട് കോടാനുകോടി നെർവുകൾ പിണഞ്ഞു കിടക്കുന്ന നിന്റെ തലച്ചോറ്, നിനക്ക് എവിടെയൊക്കെ എത്തിച്ചേരാമോ അവിടെയൊക്കെ എത്തിച്ചേരാനും എത്രയൊക്കെ സമ്പാദിക്കാമോ അത്രത്തോളം സമ്പാദിക്കാനും ദൈവം നിനക്ക് നൽകിയ ആ തലച്ചോറ് നീ എനിക്ക് തായോ. നിനക്ക് ഞാൻ 1 കോടി രൂപ തരാം. അതുപോലെ നിന്റെ അനുവാദം പോലും ചോദിക്കാതെ 24 മണിക്കൂറും തുടിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ഹൃദയം നീ എനിക്ക് തായോ. നിനക്ക് 65 ലക്ഷം രൂപ തരാം. നിനക്ക് ലോകത്തിലെ മനോഹരമായ കാഴ്ചകൾ കാണാനും അത് ആസ്വദിക്കാനും ദൈവം നിനക്ക് നൽകിയ ആ കണ്ണുകൾ നീ എനിക്ക് തായോ. 25 ലക്ഷം രൂപ വീതം നിനക്ക് ഞാൻ നൽകാം. അങ്ങനെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും ഓരോ അവയവത്തിനും സന്യാസി വിലയിട്ടുകൊണ്ട് ചെറുപ്പക്കാരനോട് പറഞ്ഞു, കോടാനുകോടി വിലയുള്ള ഈ ശരീരമാണ് നീ ഒന്നും സമ്പാദിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, നിരാശ കൊണ്ട് നീ ആത്മഹത്യയിലേക്ക് എത്തിച്ചേർന്നത്. ഇത് കേട്ട ചെറുപ്പക്കാരൻ സന്യാസിന് മുന്നിൽ നിന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു. എന്നിട്ട് സന്യാസിയോട് മറുപടി പറഞ്ഞു, ഇത്രത്തോളം വിലയുള്ള എൻ്റെ ശരീരത്തെയല്ലേ ഒരു വില പോലും കൽപ്പിക്കാതെ ഞാൻ ആത്മഹത്യ ചെയ്ത് നശിപ്പിച്ച് കളയാൻ തീരുമാനിച്ചത്. ആത്മഹത്യ ചെയ്യുന്നവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ടാകാം. പ്രണയ നൈരാശ്യമാകാം, ജീവിതത്തിലെ കടബാധ്യതയാവാം, മദ്യപാനമാവാം, അതുപോലെ ഒരുപാട് 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 കാരണങ്ങളുണ്ടാവാം. പക്ഷേ ജീവിക്കാനായി ഒരൊറ്റ കാരണം മതി, ദൈവം നമുക്ക് നൽകിയ ഈ വിലമതിക്കാനാവാത്ത ശരീരവും ലോകത്തെ വെട്ടിപ്പിടിക്കാൻ തക്കവിധമുള്ള നമ്മുടെ ബുദ്ധി. കണ്ണില്ലാത്തവനെ കണ്ണിന്റെ വിലയറിയൂ.